നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവ വേദികൾ ഉണർന്നു. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. നാടകവേദിയിൽ വിദ്യാധരൻ മാസ്റ്റർക്കും പഴയകാല നാടക പ്രവർത്തകർക്കും ആദരം. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ 10ാം ഉദയം ഉത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി പേർ പങ്കാളികളായി. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിലായിരുന്നു അപകടം. സ്കൂട്ടർ കാറിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ ദേഹത്ത് ലോറി കയറിയായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവ വേദികൾ ഉണർന്നു. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ AR രാജു അധ്യക്ഷത വഹിച്ചു. പഴയകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട്, തൃശൂർ ഹൃദയരാഗത്തിന്റെ കരോക്കെ ഗാനമേള, കുറ്റൂർ അഭിനയ നാടക സമിതിയുടെ മക്ബറ എന്ന നാടകവും അരങ്ങേറി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണശ്ശേരി, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ജോൺസൺ, VR ബാബു, ആതിര അങ്കിരസ് എന്നിവർ സംസാരിച്ചു. ജീവിതത്തിന് ഏറ്റവും വേദനിക്കുന്ന അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഏകാന്തത, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാ, മരിച്ച് ജീവിക്കാൻ പറ്റാ. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ 10ാം ഉദയം ഉത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കൊടിയേറ്റ ദിവസം മുതൽ വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് നടന്നത്. തിരുവാതിരക്കളി, ഓട്ടം തുള്ളൽ, നാടൻപാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം, സംഗീതാർച്ചന, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, ഗാനമേള എന്നിവ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറി. ഗ്രാമപ്രദക്ഷിണത്തിലും നിരവധി ഭക്തർ പങ്കാളികളായി. ദേവനൃത്തത്തിന്റെയും കുതിരവേലകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വല്ലച്ചിറ ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും പ്രദക്ഷിണവുമുണ്ടായിരുന്നു. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിലായിരുന്നു അപകടം. സ്കൂട്ടർ കാറിലിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ ദേഹത്ത് ലോറി കയറിയായിരുന്നു അപകടം. തളിക്കുളം ത്രിവേണി കണ്ണൻകേരൻ വീട്ടിൽ മണികണ്ഠന്റെ മകൾ ജാൻവിയാണ് മരിച്ചത്. മാതാപിതാക്കളോടൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടെ കാറിന്റെ പിറകിൽ സ്കൂട്ടർ ഇടിച്ചതോടെ ജാൻവി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം ഇതുവഴി പോയിരുന്ന ലോറി പെൺകുട്ടിയുടെ ദേഹത്ത് കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവ ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. ചടങ്ങിൽ പഴയകാല നാടക പ്രവർത്തകർക്കുള്ള ആദരവും കൈമാറി.
അവണിശ്ശേരി വികസന ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഴയകാല നാടക കലാകാരന്മാരെ ചാക്കോടി അന്തിക്കാട് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതി ജനറൽ സെക്രട്ടറി CR പ്രകാശ് വിദ്യാധരൻ മാസ്റ്ററുടെയും ചാക്കോടി അന്തിക്കാടിന്റെയും തത്സമയം വരച്ച ചിത്രങ്ങൾ ചടങ്ങിൽ കൈമാറി. സുമതി, PR അങ്കിരസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇന്ദിര ജയകുമാർ, നിത്യ ജയരാജൻ, PF ബെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പടിഞ്ഞാറെ വെള്ളാണിക്കര ക്ഷേത്രരഥം ടൂർ ക്ലബിന്റെ ഗാനമേള, തിരുവനന്തപുരം ജാലകം തിയേറ്റേഴ്സിന്റെ ഗോറ എന്ന നാടകവും നടന്നു. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ 10ാം ഉദയം ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. കുട്ടികളും വയോധികരും ഉൾപ്പെടെ നിരവധി വനിതകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. രാവിലെ തന്ത്രി വടക്കേടത്ത് കേശവൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയയും കളഭാഭിഷേകവും സമ്പൂർണ്ണ നെയ്വിളക്ക് ചടങ്ങുകളും നടന്നു. തുടർന്നാണ് ദേവിമാർക്ക് വിശേഷാൽ പൊങ്കാല സമർപ്പണം നടന്നത്. നോമ്പുതോറ്റ് ആത്മസമർപ്പണത്തോടെ ഭഗവതിമാർക്ക് മുൻപിൽ സമർപ്പിച്ച പൊങ്കാല നിവേദ്യം തിളച്ചു തൂവിയതോടെ ആത്മനിർവൃതിയിലാണ് ഭക്തർ മടങ്ങിയത്. ചേർപ്പ് സോപാനം ലിറ്റിൽ ഹാർട്ട് പ്ലേ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. സോപാനം ട്രസ്റ്റ് സ്ഥാപകൻ ഡോക്ടർ CV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നളിനി കൃഷ്ണൻ, സീമ, സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഉണ്ണീശോയുടെ തിരുപ്പിറവി ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്കു ശേഷം സമൂഹ നോമ്പുതുറയുമുണ്ടായിരുന്നു. വികാരി റവറൻഡ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ആന്റോ മേക്കാട്ടുകുളം, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, വിവിധ സംഘടനകൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്രിസ്മസ് ക്രിബ് ശ്രദ്ധേയമായി. മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ മത്സരം, KLM സംഘടനയുടെ നേതൃത്വത്തിൽ നക്ഷത്ര നിർമ്മാണ മത്സരം, ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീ മത്സരം, ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. പാലിശ്ശേരി ALP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയ്സൺ മുക്കടയിൽ, അധ്യാപകൻ ആന്റണി, PTA വൈസ് പ്രസിഡന്റ് മാർട്ടിൻ, സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗം PC ജോസ്, ജിമ്മി, പ്രധാന അധ്യാപിക ക്ലെൻസി, നിവ്യ എന്നിവർ സംസാരിച്ചു. പാറളം പള്ളിപ്പുറം സംഘകലാ ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ക്ലബ് പ്രസിഡന്റ് സുനി, സെക്രട്ടറി അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ സെന്റർ പോയിന്റിൽ വജ്ര ലേണിംഗ് സെന്റർ അക്കാദമിയിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റോടുകൂടി ജോലിയിൽ പ്രവേശനം ലഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് CRM കോഴ്സ് കൊടുത്തതിനു ശേഷമാണ് ജോലിയിൽ പ്രവേശനത്തിന് പ്രാപ്തരാക്കിയത്. ആഘോഷ ചടങ്ങ് കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തക റോമ വസ്വാനി മുഖ്യാതിഥിയായിരുന്നു. വജ്ര ലേണിംഗ് സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരികളായ വിഷ്ണു നമ്പൂതിരി, ശ്യാംകുമാർ, വജ്ര MD ദിവ്യ സിപ്സൺ, ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ സാബു, അൽ അസ്ഹർ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ജലീൽ, സെന്റർ ഹെഡ് മണികണ്ഠൻ KA, ദിവ്യ ലതീഷ്, M അശ്വതീഷ്, ഷൺമുഖൻ, ക്ലബ് FM MD രാമദാസ് PV എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും അരങ്ങേറി. കൊടകരയിൽ വീടാക്രമണത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ് മരണം. കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്, മഠത്തിൽ പറമ്പിൽ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. അഭിഷേകും സുഹൃത്തുക്കളായ വിവേക്, ഹരീഷ് എന്നിവരും ചേർന്ന് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു.
കുത്തുകൊണ്ട സുജിത്ത് പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും വിവേകിനും കുത്തേറ്റു. ഇന്നലെ രാത്രി 11:30ഓടെയാണ് സംഭവത്തിന് പിന്നാലെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുജിത്തും അഭിഷേകും മരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവേകിന്റെ നില സാരമായി തുടരുകയാണ്. 4 വർഷം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ സുജിത്ത് വിവേകിനെ ആക്രമിച്ചിരുന്നു. അതിന്റെ പ്രതികാരം വീട്ടുന്നതിനാണ് വിവേകും സംഘവും ഇന്നലെ സുജിത്തിനെ ആക്രമിക്കാൻ വീട്ടിലെത്തിയത്. ആക്രമണത്തിന് പിന്നാലെ കൊടകര പോലീസ് സ്ഥലത്തെത്തി. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട ഹരീഷിനെ കസ്റ്റഡിയിലെടുത്തതായും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പെരിഞ്ചേരി ചക്കാലയ്ക്കൽ CG വിജയകുമാർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7125 രൂപ, പവന് 57,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവ വേദികൾ ഉണർന്നു. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. നാടകവേദിയിൽ വിദ്യാധരൻ മാസ്റ്റർക്കും പഴയകാല നാടക പ്രവർത്തകർക്കും ആദരം. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ 10ാം ഉദയം ഉത്സവം ഭക്തിനിർഭരമായി. ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി പേർ പങ്കാളികളായി. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിലായിരുന്നു അപകടം. സ്കൂട്ടർ കാറിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ ദേഹത്ത് ലോറി കയറിയായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.